all, welcome to Competitive Cracker. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2022 നടന്ന HSST ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇത്തവണത്തെ HSST എക്സാമിന് പുതിയ സിലബസ് ആയിരുന്നു, മോഡിഫൈഡ് ആയിട്ടുള്ള സിലബസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സിലബസ് പോർഷൻസ് ഒക്കെ. വളരെ ഹയർ ലെവൽ ആയിട്ടുള്ള സിലബസ് ആയിരുന്നു, ഒരു നെറ്റ് എക്സാമിനൊക്കെ ലെവൽ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സിലബസ് ആയിരുന്നു HSSTക്ക് ഉണ്ടായിരുന്നത്. സോ അതിലെ ആ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് എക്സാം ആണ് 2022 നടന്നിട്ടുള്ളത്. സോ ലെറ്റ്സ് ഡിസ്കസ് ദ ക്വസ്റ്റ്യൻ പേപ്പർ. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണോ ഉള്ളത്, അതേപോലെ അപ്ലിക്കേഷൻ ടൈപ്പ് എങ്ങനെയൊക്കെയാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, സോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഉള്ളതാണ്. ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ആ ഒരു വേ ഓഫ് ക്വസ്റ്റ്യനിങ് കാണിക്കാൻ വേണ്ടിയിട്ടുമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിലെ കൺസ്ട്രെയിൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇൻ ദ കേസ് ഓഫ് എ സിമ്പിൾ പെൻഡുലം വിത്ത് എ റിജിഡ് സപ്പോർട്ട് ദ കൺസ്ട്രെയിൻ ഈസ്. ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, ബട്ട് നമുക്കതിൻ്റെ വേ ഓഫ് ആൻസറിങ് എങ്ങനെയൊക്കെയാന്ന് നോക്കാം. ദ ഓപ്ഷൻസ് ആർ ഹോളോണോമിക് ഓൺലി, സെക്കൻഡ് വൺ റിയോണോമിക് ഓൺലി, തേർഡ് വൺ ബോത്ത് റിയോണോമിക് and holonomic, and finally both scleronomic and holonomic. അപ്പോൾ എന്താണ് ഈ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്? ദാറ്റ് ആർ റെസ്ട്രിക്ഷൻസ് ഓൺ ദ മോഷൻ ഓർ പൊസിഷൻ. അല്ലെങ്കിൽ നമുക്ക് ബോത്ത് മോഷനിലും പൊസിഷനിലും ഉള്ള റെസ്ട്രിക്ഷൻസ് ആണ്, ഇമ്പോസ് ചെയ്യുന്ന റെസ്ട്രിക്ഷൻസ് ആണ് കൺസ്ട്രെയിൻസ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. സോ കൺസ്ട്രെയിൻസ് തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺസ്ട്രെയിൻസ് ആണുള്ളത്. ഹോളോണോമിക് ആയിട്ടുള്ള കൺസ്ട്രെയിൻസ് ഉണ്ട്, നോൺ ഹോളോണോമിക് ആയിട്ടുള്ള കൺസ്ട്രെയിൻസ് ഉണ്ട്. സോ അവരുടെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയൊക്കെയാണ് കൺസ്ട്രെയിൻസ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്സ് ആണുള്ളതെന്ന് നമുക്ക് ഈ ഒരു ഓപ്ഷൻസിലുള്ളത് മാത്രം ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് വൺ, സിമ്പിൾ പെൻഡുലം ആണ് നമുക്ക് തന്നിട്ടുള്ള സിസ്റ്റം. സോ ഫോർ എ സിമ്പിൾ പെൻഡുലം നമുക്ക് എല്ലാവർക്കും അറിയാം ലെങ്ത് ഇസ് എ കോൺസ്റ്റന്റ്. സോ വി ക്യാൻ റൈറ്റ് the equation of constraints as x square plus y square is equal to L square. X and y are there because it is a two-dimensional motion. And x square and y square നമുക്ക് add ചെയ്താൽ we get L square, that is a constant. And these kind of equations ആണ് നമ്മൾ constraint equations എന്ന് പറയുന്നത്. And holonomic constraints ന്റെ പ്രത്യേകത എന്താണ്? Holonomic constraints. Holonomic constraints നെ നമുക്കൊരു ഇക്വേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റും. ഇക്വേഷൻ ഓർ എ ഫംഗ്ഷൻ ഓഫ് പൊസിഷൻ ആൻഡ് ടൈം, ആൻഡ് ദാറ്റ് ആസ് എഫ് ഓഫ് പൊസിഷൻസിനെ നമ്മൾ u1 u2 വെച്ച് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ u1 u2 എക്സെട്ര ടൈം ഈക്വൽ ടു 0. സോ ദിസ് ഇസ് an equation to represent holonomic constraints. നമ്മുടെ കൺസ്ട്രെയിൻ ഇക്വേഷനെ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ ടൈപ്പിൽ എഴുതാൻ പറ്റുവാണെങ്കിൽ, പൊസിഷന്റെയും ടൈമിന്റെയും ഫംഗ്ഷൻ കൈൻഡിൽ എഴുതാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് കൺസ്ട്രെയിൻസ് ആർ കാൾഡ് ഹോളോണോമിക് കൺസ്ട്രെയിൻസ്. അപ്പൊ നമ്മൾക്ക് ഈ ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ കൺസ്ട്രെയിൻ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് പൊസിഷൻ എഴുതാൻ പറ്റുന്നുണ്ടല്ലോ. So that is of course a holonomic constraint. ഈ ടൈം ടേം എന്ന് പറയുന്നത് നോട്ട് നെസസറി ആണ്. നമ്മൾ ഈ ഒരു കൈൻഡ് ഓഫ് ഫംഗ്ഷൻ ഒന്നുകിൽ നമുക്ക് പൊസിഷൻ്റെത് മാത്രമാണെന്ന് പറയാം, അല്ലെങ്കിൽ ടൈമിൻ്റെയും പൊസിഷൻ്റെയും ആണെന്ന് പറയാം. സോ ഈ കേസിൽ നമുക്ക് പൊസിഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ ടൈമിന് ഇൻഡിപെൻഡൻ്റ് ആണ്. സോ ഈ ഒരു കൺസ്ട്രെയിനെ നമുക്ക് ഇക്വേഷൻ കൈൻഡ് എഴുതാൻ പറ്റുന്നതുകൊണ്ട് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ ഹോളോണോമിക് കൺസ്ട്രെയിൻ ആണ് സിമ്പിൾ പെൻഡുലത്തിലുള്ളത്. ബട്ട് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഹോളോണോമിക് കൺസ്ട്രെയിൻ ഓൺലി എന്നാണ്. പക്ഷെ അവിടെ ഏതെങ്കിലും കൺസ്ട്രെയിൻസ് വേറെ കൂടെ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. സോ രണ്ടാമത്തത് റിയോണോമിക് ഓൺലി ആണ്. ഓഫ് കോഴ്സ് ആ ഓപ്ഷൻ ആയിരിക്കില്ല. ലാസ്റ്റത്തെ രണ്ട് ഓപ്ഷൻസിൽ ഏതെങ്കിലും ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ റിയോണോമിക് ആൻഡ് സ്ക്ലിറോണോമിക് കൺസ്ട്രെയിൻസ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ റിയോണോമിക് കൺസ്ട്രെയിൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദേ ആർ ഡിപ്പെൻഡ് ഓൺ ടൈം. It depend on time. So നമ്മളെ കൺസ്ട്രെയിൻ ഇക്വേഷനിൽ ടൈം ടേം ഇല്ല, ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം ആണല്ലോ. So that kind of constraints are called
scleronomic constraints independent of time. അപ്പോൾ നമ്മുടെ സിമ്പിൾ പെൻഡുലത്തിന്റെ കൺസ്ട്രെയിൻ ഇക്വേഷൻ നമ്മൾക്ക് എഴുതിയപ്പോൾ അവിടെ എന്തില്ല, ടൈം ടേം ഇല്ല. സോ ഇറ്റ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിമ്പിൾ പെൻഡുലത്തിലുള്ള കൺസ്ട്രെയിൻസ് എങ്ങനെയായിരിക്കും? ബോത്ത് ഹോളോണോമിക് ആൻഡ് സ്ക്ലീറോണോമിക്. സോ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പം നമുക്ക് കൺസ്ട്രെയിൻ ബേസ് ചെയ്ത് ഇങ്ങനെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് യൂഷ്വലി വരാറ്. അപ്പം നമുക്ക് മസ്റ്റ് ആയിട്ട് ഉണ്ടാവേണ്ട അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് റിയോണോമിക് കൺസ്ട്രെയിൻസും സ്ക്ലീറോണോമിക് കൺസ്ട്രെയിൻസും ഡിഫറൻസ് മനസ്സിലാവണം. ആൻഡ് ഓൾസോ ഹോളോണോമിക് കൺസ്ട്രെയിൻസ് അറിഞ്ഞിരിക്കണം. പിന്നെ നമുക്ക് തന്നിട്ടുള്ള സിസ്റ്റം യൂഷ്വലി നമുക്ക് അറിയാവുന്ന നമ്മൾ ഡീൽ ചെയ്തിട്ടുള്ള സിസ്റ്റംസ് ആയിരിക്കും ഉണ്ടാവുക. സോ ആ സിസ്റ്റത്തിന്റെ ഇക്വേഷൻ, കൺസ്ട്രെയിൻ ഇക്വേഷൻ എഴുതാനും നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെ സോൾവ് ചെയ്ത് പോകാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നൗ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആസ് യു can see, consider a frame S dash which is rotating with an angular velocity omega that is equal to 3t plus 4 I cap plus t square j cap minus 5t k cap with respect to a fixed frame S having the same origin, and the position vector of a particle at any instant as observed in S dash frame is r equal to t square I cap plus 6t j cap plus 4 plus t cube k cap, and that is in bracket. ഇപ്പോൾ ഇവിടേക്ക് പേസ്റ്റ് ചെയ്ത സമയത്ത് നമുക്ക് പവറായിട്ടല്ല വന്നിരിക്കുന്നത്, ഇറ്റ് ഇസ് ടി ക്യൂബ് ആണ്. ഞാൻ എടുത്ത് എഴുതുമ്പോൾ എക്സാക്ട്ലി ഉള്ളത് കാണിച്ചു തരാം. ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ദ കോറിയോലിസ് ആക്സിലറേഷൻ അറ്റ് ടൈം ടി ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റി ഒമേഗ തന്നിട്ടുണ്ട്, ആൻഡ് പൊസിഷൻ വെക്ടർ ആസ് ഒബ്സർവ്ഡ് ഇൻ എസ് ഡാഷ് ഫ്രെയിം തന്നിട്ടുണ്ട്. ഇത് രണ്ട് ക്വാണ്ടിറ്റിയും വെച്ചിട്ട് നമുക്ക് കോറിയോലിസ് ആക്സിലറേഷൻ അറ്റ് ടൈം ടി ഈക്വൽ ടു 1 ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ വാട്ട് ഈസ് എ കോറിയോലിസ് ഫോഴ്സ്? കോറിയോലിസ് ഫോഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഫെമിലിയർ ആയിട്ടുള്ള, ആക്ച്വലി ദിസ് ഇസ് ഓൾസോ എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ബട്ട് 2 സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. കോറിയോലിസ് ആക്സിലറേഷൻ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എർത്തിന്റെ റൊട്ടേഷൻ കാരണം പാർട്ടിക്കിൾസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ആക്സിലറേഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്? കോറിയോലിസ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഓഷ്യൻ കറൻസ് ഒക്കെ ഈ ഒരു കോറിയോലിസ് ആക്സിലറേഷന്റെ എഫക്റ്റിലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്, എഫക്റ്റഡ് ബൈ കോറിയോലിസ് ആക്സിലറേഷൻ. ആൻഡ് ഹിയർ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഗിവൺ ക്വാണ്ടിറ്റീസ് ഇൻ acceleration equation. So for Coriolis acceleration, equation is equal to acceleration A is equal to minus 2 omega cross V. So omega is angular velocity as given in the question, and V is the linear velocity. Linear velocity of that particle. So linear velocity നമുക്ക് തന്നിട്ടില്ല, ബട്ട് നമുക്ക് എന്താ തന്നിട്ടുള്ളത്? പൊസിഷൻ വെക്ടർ അല്ലെങ്കിൽ പൊസിഷൻ ആണ് നമുക്ക് സിംപ്ലി തന്നിട്ടുള്ളത് ഇൻ ടേംസ് ഓഫ് ടൈം. സോ ദാറ്റ് ഇക്വേഷൻ ഞാൻ ജസ്റ്റ് അവിടെ ഉള്ളത് എക്സാക്ട് ആയിട്ടല്ല കാണിച്ചിരിക്കുന്നത്, അപ്പോൾ ഞാൻ ഒന്ന് എടുത്ത് എഴുതാം. ഒമേഗ ഇസ് ഈക്വൽ ടു 3t plus 4 I cap plus t square j cap minus 5t k cap. Then r equal to t square I cap plus 6t j cap plus 4 plus t cube k cap. Okay, so from position vector r we can find the linear velocity v as dr by dt. So by taking the time derivative of r we get linear velocity. So here it is equal to 2t I cap plus 6j cap plus 3t square k cap. Okay, so ഈ ഒമേഗയുടെയും വെലോസിറ്റിയുടെയും എക്സ്പ്രഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി?
ക്രോസ് പ്രോഡക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. പക്ഷെ ക്രോസ് പ്രോഡക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ടൈം t = 1 ആണെന്നുള്ളത്. അത് നമ്മൾക്ക് ആഫ്റ്റർ കാൽക്കുലേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. ബട്ട് നമ്മുടെ കാൽക്കുലേഷൻ കുറച്ചും കൂടെ സിമ്പിൾ ആവണമെന്നുണ്ടെങ്കിൽ we have to substitute that t = 1 initially. അപ്പം ആ ഒരു t = 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഇക്വേഷൻ നോക്കിയാൽ കാണാം ഒമേഗ എടുത്തിട്ടല്ല നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്നത്, -2 × ഒമേഗ ആണ്. സോ ഒമേഗയുടെ കോഎഫിഷ്യൻസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു -2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, എന്നിട്ട് വേണം നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് എടുക്കാൻ. സോ ഞാൻ ഡയറക്റ്റ്ലി ക്രോസ് പ്രോഡക്റ്റിന്റെ ഇക്വേഷൻ ലൈക്ക് ആ ഒരു ഡിറ്റർമിനന്റ് ഫോം എഴുതാണ്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലൊക്കെ നമുക്ക് അത് തന്നെയാണോ കിട്ടുന്നതെന്ന്. ഓക്കെ, സോ ഫൈനലി നമ്മളുടെ ഡിറ്റർമിനന്റ് ഫോം നമുക്ക് എങ്ങനെ എഴുതാം, i j k -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഒമേഗ. അതർവൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ആ -2 എന്നുള്ളത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഇറ്റ് ഇസ് -14 -2 10 2 6 7. സോ ഇത്രയും ആയിരിക്കും നമ്മളുടെ ഒമേഗയുടെയും വെലോസിറ്റിയുടെയും കോഎഫിഷ്യൻസ് നമുക്ക് കിട്ടുക. എന്തൊക്കെ ചെയ്തിട്ട് -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള പോർഷൻസ് ആണ് ഇത്രയും. ആൻഡ് ടൈം t = 1 നമ്മൾ രണ്ട് കേസിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. And by solving this cross product, we get the final result acceleration as 74 I cap minus 118 J cap plus 80 K. So this is the final answer, and you can see this option in option D. Option D is the correct answer. Okay, I hope it clear. അതിലാകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം -2 വേണം നമ്മളുടെ ഒമേഗാന്റെ ടേമിൽ. അതേപോലെ t = 1 എന്ന് പറയുന്നത് ഇനീഷ്യലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു കൈൻഡിൽ നമ്പേഴ്സ് ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ചെയ്തതിന് ശേഷം അവിടെ ടീന്റെ ഇതൊക്കെ വരുന്ന സമയത്ത് കാൽക്കുലേഷൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും t ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, സോ ദിസ് ഈസ് ഓൾസോ എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, if RE and RM respectively represents the orbital radii of Earth and Mars, the ratio of orbital velocity of Mars to that of Earth around the Sun is. അപ്പോൾ ഈ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന പോർഷനിൽ നമ്മൾ ചെറിയ ക്ലാസ്സിലേ പഠിക്കുന്നതാണ് ഓർബിറ്റൽ വെലോസിറ്റി എന്നൊക്കെ പറയുന്നത്. സോ ഈ ഒരു പ്ലാനറ്റ്സ് നമുക്കറിയാം സണ്ണിന് അറൗണ്ട് ആയിട്ട് റിവോൾവ് ചെയ്യുന്നത്. സോ ദിസ് റെവല്യൂഷൻ ഇസ് ത്രൂ എ സർട്ടൈൻ ഓർബിറ്റ്. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഒരു ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം അക്കോർഡിംഗ് ടു കെപ്ലേഴ്സ് ലോ നമ്മുടെ ഓർബിറ്റ് എന്ന് പറയുന്നത് എലിപ്റ്റിക്കൽ ആയിട്ടുള്ള ഓർബിറ്റ് ആയിരിക്കും. ബട്ട് ഫോർ സം കാൽക്കുലേഷൻസ് നമ്മൾ അതിനെ എന്താക്കിയിട്ടാണ് സർക്കുലർ ഓർബിറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടി നമ്മൾ അസ്യൂം ചെയ്യുന്നതേ ഉള്ളൂ. സോ ഈ ഒരു പെർട്ടിക്കുലർ ഓർബിറ്റിൽ കൂടെയുള്ള പ്ലാനറ്റ്സിന്റെ മോഷൻ, ആ ഒരു വെലോസിറ്റി, ഓർബിറ്റിൽ കൂടെയുള്ള വെലോസിറ്റിനെയാണ് നമ്മൾ സിംപ്ലി ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത്. സോ 2 എക്സ്പ്രഷൻസ് ഒക്കെ നമുക്ക് ഉണ്ട് കണ്ടുപിടിക്കാനായിട്ട്. ബട്ട് നമ്മൾ ഓപ്ഷൻസ് ചെക്ക് ചെയ്യുക, നമ്മൾ ഏത് ഇക്വേഷൻ വേണം യൂസ് ചെയ്യാന്നുള്ളത്. സോ ഇവിടെ റേഷ്യോ ആണ് നമുക്ക് RE-ൻ്റെയും RM-ൻ്റെയും റേഷ്യോ ആണ് വേണ്ടത്. വിച്ച് മീൻസ് റേഡിയസ് ടേംസ് മാത്രം എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ്. സോ നമുക്ക് റേഡിയസിന്റെ ടേം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എന്തെടുക്കണം, ഓർബിറ്റൽ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ എടുക്കണം. ആൻഡ് ആസ് യു ഓൾ നോ, ഓർബിറ്റൽ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ, ദ ബേസിക് എക്സ്പ്രഷൻ ഫോർ ഓർബിറ്റൽ വെലോസിറ്റി ഈസ് √gm by r plus h. And gm is a universal constant and m is mass of planet, r radius and h is height. And here നമുക്ക് h-നെ കുറിച്ചും m-നെ കുറിച്ചും ഒന്നും പരാമർശിച്ചിട്ടില്ല. സോ നമുക്ക് അതിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. ആൻഡ് h നമ്മൾ നെഗ്ലിജിബിൾ ആണെന്ന് അസ്യൂം ചെയ്യാണ് ചെയ്യുന്നത്. സോ ജസ്റ്റ് ഓപ്ഷൻ നോക്കി കോമ്പറ്റേറ്റീവ് എക്സാമിലൊക്കെ കംപ്ലീറ്റ് നമ്മൾ അസ്യൂം ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഒരു r+h ഓഫ് കോഴ്സ് h-ന്റെ ടേം നമ്മുടെ ഓപ്ഷൻസിൽ ഇല്ല. അപ്പോൾ അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, അത് നെഗ്ലിജിബിൾ ആയിട്ട് അതിനെ അസ്യൂം ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ നമുക്ക് പിന്നെ റേഷ്യോന്റെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് റേഷ്യോ ഓഫ് ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് മാസ് ടു ദാറ്റ് ഓഫ് എർത്ത് ആണ്. സോ നമ്മൾ മാസിനെയാണ് ആദ്യം എഴുതേണ്ടത്. കാരണം 2 ഓപ്ഷൻസും ഉറപ്പായിട്ടും നമ്മളുടെ 4 ഓപ്ഷനുകളിൽ ഉണ്ടാവും.
നമ്മൾ തിരിച്ചെഴുതി കഴിഞ്ഞാലും റേഷ്യോയുടെ. സോ അത് നമ്മൾ റോങ് ആയിട്ട് മാർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഏതാണോ ആദ്യം തന്നിട്ടുള്ളത് മാസ് ടു എർത്ത് ആണ്. സോ ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് മാസ് ടു ദാറ്റ് ഓഫ് എർത്ത്. ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് എർത്ത്. അങ്ങനെ ആവുന്ന സമയത്ത് 1 ഡിനോമിനേറ്ററിലാണ് നമ്മളുടെ റേഡിയസ് പാർട്ട് കിടക്കുന്നത്. സോ ഇറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു 1/root radius of mass divided by 1/root radius of earth. And 1 ആയതുകൊണ്ട് നമ്മൾ മുകളിലോട്ട് വരുന്ന സമയത്ത് that is equal to root RE by root RM. So the ratio is root RE is to root RM. So the option C is the correct one. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിത് നേരെ തിരിച്ചായിരുന്നു ചെയ്തു പോയതെങ്കിൽ ഓപ്ഷൻ is here root RM by root RE. സോ അത് മിസ്റ്റേക്ക് ആയി പോവും. സോ ഇവിടെ ശ്രദ്ധിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് മാസ് ടു എർത്ത് ആണോ എർത്ത് ടു മാസ് ആണോ എന്ന് റേഷ്യോ പ്രോബ്ലത്തിൽ മിക്കവാറും നമുക്ക് വരുന്നൊരു പ്രോബ്ലം ആണ് അത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് അവർ ദിസ് ക്വസ്റ്റ്യൻ. സോ നെക്സ്റ്റ് is for any given vector A, the commutator sigma, a dot sigma. അപ്പോൾ നമുക്കൊരു വെക്ടർ, ഏതോ ഒരു ഗിവൺ വെക്ടർ ഉണ്ട് എ എന്ന് പറഞ്ഞിട്ട്, ആൻഡ് സിഗ്മ ഇസ് ദ പോളിസ്പിൻ വെക്ടർ. നമ്മൾ പോളിസ്പിൻ മെട്രിസസ് പഠിക്കുന്ന പോലെ തന്നെ there are polyspin vectors also. നമ്മൾ നോർമൽ വെക്ടേഴ്സിന്റെ പ്രോപ്പർട്ടീസ് ഉള്ളതല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. സോ യു ഹാവ് ടു ഗോ ത്രൂ ദ പ്രോപ്പർട്ടീസ് ഓഫ് പോളിസ്പിൻ വെക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ശരിക്കും നമുക്ക് സംതിങ് എ ഡോട്ട് സിഗ്മ എന്ന് പറയുന്നത് ഒരു ഫൈനലി ക്രോസ് പ്രോഡക്റ്റിലോട്ടാണ് വരിക എന്നുള്ളൊരു പ്രോപ്പർട്ടി നമുക്കുണ്ട്. ബട്ട് ഹൗ ഇറ്റ് റീച്ചസ് ദെയർ, എങ്ങനെയാണ് അതൊരു ക്രോസ് പ്രോഡക്റ്റിന്റെ മെത്തേഡിലോട്ട് എത്തിയതെന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ അതിൽ ഈ ഒരു പ്രോബ്ലത്തിന് ആവശ്യമായിട്ടുള്ള മാത്രം പ്രോപ്പർട്ടീസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. സോ ഫോർ ദിസ് പ്രോബ്ലം, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് ഈ പോളിസ്പിൻ വെക്ടർ എന്നുള്ളത് നമ്മൾ സാധാരണ വെക്ടർ റെപ്രസെന്റേഷൻ എഴുതുന്ന പോലെ തന്നെ we can write the x component sigma s I cap and y component sigma y j cap plus the z component sigma z k cap, and the given vector is A, so we can write it in a component form. A equal to ax I cap plus ay j cap plus az k cap. Okay, now the commutator is sigma comma a dot sigma. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, സിഗ്മയുടെ ഈ ഒരു കമ്പോണന്റ് ഫോം ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദെൻ എ ഡോട്ട് സിഗ്മ ബൈ ടേക്കിംഗ് ദ ഡോട്ട് പ്രോഡക്റ്റ്, നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാൻ അറിയാം. രണ്ട് ഐ കമ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ദെൻ വൈ കമ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആൻഡ് സെഡ് കമ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്ത് അവരെ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് കിട്ടുന്നത്. സോ ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദീസ് വാല്യൂസ് ഓവർ ഹിയർ വി ഗെറ്റ് സിഗ്മ എക്സ് ഐ ക്യാപ് plus sigma y j cap plus sigma z k cap comma a dot sigma എന്ന് പറയുമ്പോൾ ax sigma x plus ay sigma y plus az sigma z. And using the property of commutator bracket, ഇവിടെ നമുക്ക് ഓരോരുത്തരെയും എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ കണക്ട് ചെയ്യാം. സോ സിഗ്മ എസ് ഐ ക്യാപ്പ് ആർക്കൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റ് എടുക്കണം, ഫസ്റ്റത്തെ പ്രോഡക്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കണം, ദെൻ സെക്കൻഡ്, ദെൻ തേർഡ്. അതുപോലെ നമ്മൾ ഓരോ ആളുകൾ സിഗ്മ വൈ ജെ ക്യാപ്പിനും സിഗ്മ സെഡ് കെ ക്യാപ്പിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇവിടെ നമ്മൾ എല്ലാ ടേമും എഴുതേണ്ട ആവശ്യമില്ല. ഈ ഒരു സിഗ്മ എക്സ് എക്സ് കമ്പോണന്റും ആയിട്ട് വരുന്നത് വാനിഷ് ആയി പോവും, അപ്പൊ നമ്മൾ അത് എഴുതേണ്ട ആവശ്യമില്ല. അതേപോലെ സിഗ്മ വൈ എന്ന് പറയുന്നത് എ വൈ സിഗ്മ വൈ ആയിട്ട് വാനിഷ് ആവും, അതും എഴുതണ്ട. സിഗ്മ സെഡ് എ സെഡ് സിഗ്മ സെഡും ആയിട്ട് വാനിഷ് ആവും. ബട്ട് ഓൾ അതർ ടേംസ് സിഗ്മ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എ വൈയിലും സിഗ്മ വൈയിലും വരുന്നതും എഴുതണം, എ സെഡിലും സിഗ്മ സെഡിലും വരുന്നതും എഴുതണം. ഓക്കെ, സോ അപ്പോൾ നമുക്കിതിനെ ഐ ക്യാപ്, ദിസ് ഇസ് യൂണിറ്റ് വെക്ടർ, വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട്സൈഡ്. സോ സിഗ്മ എക്സ് കോമ എ എക്സ് സിഗ്മ എക്സ്
ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ടേം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കത് എഴുതേണ്ട ആവശ്യമില്ല. അതേപോലെ വൈൻ്റെയും സെഡിൻ്റെയും. സോ നെക്സ്റ്റ് കമ്പോണൻറ്റ് വിൽ ബി ഐ ക്യാപ് സിഗ്മ എക്സ് എ വൈ സിഗ്മ വൈ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് കമ്പോണൻറ്റ് ഐ സിഗ്മ എക്സ് എ സെഡ് സിഗ്മ സെഡ് ആയിരിക്കും. സോ ഈ ഒരു കമ്പ്യൂട്ടേറ്റർ ബ്രാക്കറ്റ് നമുക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ട്, എ കോമ ബി സി. ഈ ഒരു കമ്പ്യൂട്ടേറ്റർ ബ്രാക്കറ്റ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? എ ബി കമ്മ്യൂട്ടേറ്റർ, എ ബി കമ്മ്യൂട്ടേറ്റർ, സി വിൽ ബി ഔട്ട്സൈഡ്, ആൻഡ് നെക്സ്റ്റ് എ സി കമ്മ്യൂട്ടേറ്റർ, വി വിൽ ബി ഔട്ട്സൈഡ്. സോ ഈ ഒരു പൊസിഷൻസിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സി ആ ഒരു സൈഡിൽ ആയതുകൊണ്ട് നമ്മൾ കമ്മ്യൂട്ടേറ്ററിന്റെ അതർ സൈഡിൽ എഴുതണം, ബിക്കോസ് ഓപ്പറേറ്റേഴ്സ് ആർ ഡിഫറെൻറ്റ്. സോ ഇവിടെ ബി ഈ ഒരു സൈഡിലായതുകൊണ്ട് വി ഹാവ് ടു റൈറ്റ് ഇറ്റ് ഓവർ ഹിയർ. സോ എ സി. സോ യൂസിങ് ദിസ് ഐഡന്റിറ്റി we can expand this sigma x ay sigma y and sigma x az sigma x. അതിൽ കംപ്ലീറ്റ് ഒന്നും എഴുതുന്നില്ല, ഒന്ന് രണ്ട് പോർഷൻസ് എഴുതിയിട്ട് ഫൈനൽ എക്സ്പ്രഷൻ ഞാൻ എഴുതാം. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് സിഗ്മ എക്സ് എ വൈ സിഗ്മ വൈ is equal to sigma x ay sigma y can be taken outside plus sigma x sigma y ay will be here. And we have another property, ഒരു constant ആയിട്ട് ഒരു ഓപ്പറേറ്ററിന്റെ കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത് that will be 0. So we have a vector a here and the coefficients ax ay az will be constants. So ആ ax ay az ഉമായിട്ട് വരുന്ന കമ്മ്യൂട്ടേറ്റർ നമുക്ക് എന്തായിട്ട് എടുക്കാം? 0 ആയിട്ട് എടുക്കാം. സോ ദീസ് പോർഷൻസ് വിൽ ബി 0 ഫോർ ഓൾ ടേംസ്. നമ്മൾ എന്ത് മാത്രം കൺസിഡർ ചെയ്താൽ മതി? സിഗ്മ എക്സ് സിഗ്മ വൈ സിഗ്മ സെഡ് അവർ പെയർ ചെയ്യുന്നത് മാത്രം എടുത്ത് എഴുതിയാൽ മതി. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു, യു മസ്റ്റ് റിമെമ്പർ ദിസ് ഐ ക്യാപ്, ബിക്കോസ് നമ്മൾ അതിനെയാണ് എന്തിലോട്ട് കൊണ്ടുവരുന്നത്? ക്രോസ് പ്രോഡക്റ്റിലോട്ട് കൊണ്ടുവരുന്നത്. സോ ഐ ക്യാപ് എ വൈ സിഗ്മ എക്സ് സിഗ്മ വൈ. This will be the first term. And what is commutator of sigma x sigma y? And this is another property of sigma polyspin vectors, that is sigma x sigma y എന്ന് പറയുമ്പോൾ we can write it like I a y sigma x sigma y. This is nothing but sigma x sigma y minus sigma y sigma s according to the property of commutator bracket, and this is equal to 2i. This i is not the unit vector I, that is iota root minus I. So 2i sigma z. അപ്പോൾ നമുക്ക് ഈ ഒരു ടേമിനെ ഐ എ വൈ സിഗ്മ എക്സ് സിഗ്മ വൈ കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റിലുള്ളതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? സിഗ്മ എക്സ് സിഗ്മ വൈ മൈനസ് സിഗ്മ വൈ സിഗ്മ എക്സ്. ആൻഡ് നമുക്ക് അതിന്റെ പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ അതിലോട്ട് പോകുന്നില്ല, ജസ്റ്റ് അതൊരു പ്രോപ്പർട്ടി ആണ്, അങ്ങനെ ഓർത്തിരിക്കുക. 2i സിഗ്മ സെഡ് എന്ന് വരും. അപ്പോൾ ഈ ഒരു കമ്മ്യൂട്ടേറ്റർ ഓർത്തിരിക്കാൻ നമുക്കൊരു ടിപ്പ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഹിയർ സിഗ്മ എക്സ് ആൻഡ് സിഗ്മ വൈ ആർ ദെയർ ബട്ട് സിഗ്മ സെഡ് ഇസ് മിസ്സിംഗ്. അപ്പോൾ ആ ഒരു മിസ്സിംഗ് ആയിട്ടുള്ള പോർഷൻ നമ്മുടെ ആൻസറിൽ മസ്റ്റ് ആയിട്ട് വരും. ദാറ്റ് ഇസ് മൾട്ടിപ്ലൈഡ് ബൈ 2i. ആൻഡ് അവിടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടേംസ് വരാറുണ്ട്. ഇഫ് ഇറ്റ് ഇസ് ഇൻ ഓർഡർ പോസിറ്റീവ് ആയിരിക്കും, ഡിസോർഡർ ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും വരിക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഓർഡർ എക്സ് വൈ ആൻഡ് സെഡ്, എക്സും വൈയും വൈയും സെഡും എക്സും വരുവാണെങ്കിൽ ദാറ്റ് ആർ ഇൻ ഓർഡർ, ആൻഡ് തിരിച്ചാണ് വരുന്നതെങ്കിൽ ഡിസോർഡേർഡ് ആയിരിക്കും. സോ സിഗ്മ വൈ സിഗ്മ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? minus 2i sigma z ആയിരിക്കും. ആൻഡ് അനദർ എക്സാമ്പിൾ, സിഗ്മ വൈ സിഗ്മ സെഡിന്റെ കമ്മ്യൂട്ടേറ്റർ എടുക്കുമ്പോൾ ദാറ്റ് വിൽ ബി 2i, the missing portion is sigma x. So we can remember like that. ഇനി ഇതിനെ നമ്മൾ ഒരു സൈഡിലോട്ടേക്ക് മാറ്റി വെക്കുക. ആൻഡ് അതർ പോർഷൻസ് ഉണ്ടാവല്ലോ, ഈ ഐയിൽ തന്നെ നമ്മളിപ്പോൾ എന്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ?
എക്സിനെ AY സിഗ്മ വൈ ആയിട്ട് മാത്രമേ നമ്മൾ കമ്മ്യൂട്ടേറ്റർ എടുത്തിട്ടുള്ളൂ. ഇനി അതിനെ കറസ്പോണ്ടിങ് AZ സിഗ്മ സെഡിലും എടുക്കണം, അതേപോലെ ഓരോ ബാക്കി കമ്പോണൻസിനെയും എടുക്കണം. അപ്പൊ നമുക്ക് ഫൈനലി കിട്ടുന്ന ആ ഒരു പോർഷൻസ് ഞാൻ ഒന്ന് എടുത്ത് എഴുതാം. I cap 2I sigma z AY minus I cap 2I sigma y AZ, then J cap minus 2I sigma z AX plus 2I sigma x AZ. Then K cap വരുന്നത് 2I sigma y AX minus 2I sigma x AY. So ഇത്രയും ടേംസ് ആയിരിക്കും റിമെയിൻ ചെയ്യുന്നത്. I ക്യാപ്പിൽ 2 ടേംസ്, J ക്യാപ്പിൽ 2 ടേംസ് ആൻഡ് K ക്യാപ്പിൽ 2 ടേംസ്. ആൻഡ് ആസ് യു ക്യാൻ സി എല്ലാത്തിലും നമുക്ക് 2I കോമൺ ആയിട്ട് എടുക്കാം. അത് കഴിഞ്ഞാൽ ഇവിടെ സിഗ്മ സെഡ് AY മൈനസ് സിഗ്മ വൈ AZ, പിന്നെ സിഗ്മ സെഡ് AXനൊരു മൈനസ് സൈനും സിഗ്മ എക്സ് AZ എന്നും. സോ നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് കാണുന്ന സിമിലർ എക്സ്പ്രഷൻസ് ആണ്. ഈ സൈഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് എടുത്ത് നോക്കാം. IJK A ക്രോസ് ആയതുകൊണ്ട് AX AY AZ, then സിഗ്മ എക്സ് സിഗ്മ വൈ ആൻഡ് സിഗ്മ സെഡ്. അതൊന്ന് ക്രോസ് പ്രോഡക്റ്റ് എടുത്ത് നിങ്ങൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ഈസി. സോ ഫൈനലി നമുക്ക് കിട്ടുന്നത് ഈ ഒരു 2I നമുക്ക് കോമൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് A ക്രോസ് സിഗ്മ. സോ ദിസ് ഇസ് ദ ആൻസർ ഫോർ സിഗ്മ A ഡോട്ട് സിഗ്മ കമ്മ്യൂട്ടേറ്റർ. ഓക്കെ, സോ ഇതൊരു ഐഡന്റിറ്റി ആയിട്ട് ഓർത്തിരിക്കും. നമുക്ക് എക്സാമിന് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് ക്യാൻസൽ ആയി പോകുന്നതിനൊക്കെ ഓർത്തിരിക്കുക. ഈ ഒരു A ഡോട്ട് സിഗ്മ മാത്രമേ നമുക്ക് ഐഡന്റിറ്റി ആയിട്ടുള്ളൂ. ബാക്കി നമ്മൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ, ഒരു കുഞ്ഞ് അപ്ലിക്കേഷൻ ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ സിംപ്ലി ഈ ഒരു പ്രോപ്പർട്ടീസ് നമുക്ക് അറിയാമെങ്കിൽ കാൽക്കുലേഷൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ആൻസർ. NVHSE ഫിസിക്സ് എക്സാമിൻ്റെ ഏറ്റവും പുതിയ സിലബസ് വന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത്തവണത്തെ സിലബസ് എന്ന് പറയുന്നത് കുറച്ചൊരു ഹയർ ഫിസിക്സ് ആണ്, അഡ്വാൻസ്ഡ് ലെവലാണ് നമ്മുടെ സിലബസ് വന്നിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് സിലബസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ഇത്തവണത്തെ എക്സാമിന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഒരു കംപ്ലീറ്റ് സിലബസ് ബേസ് ചെയ്തിട്ടുള്ള 75 ഡേയ്സ് ക്രാഷ് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ. സോ നമ്മുടെ ക്രാഷ് കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മളൊരു നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്പറിലോട്ടേക്ക് വിളിക്കാവുന്നതാണ് നിങ്ങൾക്ക്. നമ്മൾ ഈ ഒരു ക്രാഷ് കോഴ്സിൽ ഈ ഒരു സിലബസ് കംപ്ലീറ്റും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. സോ ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് അസ്. അപ്പോൾ നമ്മൾ 2022 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫസ്റ്റ് പാർട്ട് മാത്രമാണ് ഇത്. സോ നമുക്ക് എല്ലാം ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ പാർട്ടുകളായിട്ടായിരിക്കും നിങ്ങൾക്ക് ഇത് പ്രസന്റ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് ടുഡേയ്സ് വീഡിയോ. താങ്ക് യു.